TMC കോൺഗ്രസിനെതിരാണ്, CPM-നെതിരാണ്. അങ്ങനെ ഒരു പാർട്ടിയിൽ അൻവർ നിൽക്കുമ്പോൾ അൻവറിന്റെ സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ TMC എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഒഡീഷയിലുള്ള പാർട്ടി പോലെ, തെലുങ്കാനയിൽ നിലനിൽക്കുന്ന പാർട്ടി പോലെ, ഈ നമ്മുടെ DMK പോലെയൊക്കെ ഉള്ളൊരു പാർട്ടി തന്നെയാണ് ഈ TMC എന്ന് പറയുന്നത്. അത് കേരളത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളമാണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് വലിയ ചോദ്യമാണ്. നിലമ്പൂരിൽ മാത്രം നിലനിൽക്കുന്ന അല്ലെങ്കിൽ മലബാർ രാഷ്ട്രീയം മാത്രം പിന്തുടരുന്ന PV അൻവറിനെ കൊണ്ട് TMC എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതും മറ്റൊരു ചോദ്യം തന്നെയാണ്. ഇനി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് TMC എന്ന് പറയപ്പെടുമ്പോഴും PV അൻവറിനെ എങ്ങനെയാവും UDF അക്കോമഡേറ്റ് ചെയ്യുക? PV അൻവർ UDF-ലേക്ക് വരികയാണെങ്കിൽ തന്നെ അത് എങ്ങനെയാകും പാർട്ടിക്കുള്ളിൽ ചലനങ്ങൾ സൃഷ്ടിക്കുക? സേതുലക്ഷ്മി, പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ പോലും, അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ പോലും അത് കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലും CPM-ഉമായിട്ടോ ഒരു അനുരഞ്ജനത്തിനോ അല്ലെങ്കിൽ ഒത്തുപോകലിനോ തയ്യാറാകാത്ത പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടിയിൽ കേരളത്തിൽ സമാനമായ രീതിയിൽ കേരളത്തിലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണെങ്കിൽ കോൺഗ്രസും CPM-ഉം വെവ്വേറെ മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ പശ്ചിമ ബംഗാളിലുമുള്ളത്. അവിടെയാണ് PV അൻവർ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം അല്ലെങ്കിൽ അത് രാഷ്ട്രീയ നേട്ടം കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഏതായാലും CPM-ഉമായി ഒരു തരത്തിലും തൃണമൂൽ കോൺഗ്രസ് ഒരു ബന്ധം ഉണ്ടാക്കില്ല. കേരളത്തിലും സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിൽക്കുന്നത്. CPM ഇല്ലെങ്കിൽ ആ CPM ഇല്ലാത്ത കോൺഗ്രസിനെ സ്വീകരിക്കാൻ തൃണമൂൽ നേരത്തെ തയ്യാറായിരുന്നു. മമതാ ബാനർജി ഒരു ഘട്ടത്തിൽ അത് പറഞ്ഞതുമാണ്. അതാണ് PV അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ എളുപ്പവഴി എന്ന് അദ്ദേഹം കാണുന്നത്. ഏതായിരുന്നാലും തൻ്റെ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒന്നല്ല രണ്ട് മാപ്പ്, പൊതുമാപ്പ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പോലും പറഞ്ഞുകൊണ്ട്, ഒരു മാപ്പ് VD സതീശനാണെങ്കിൽ ഒരു മാപ്പ് DNA പരാമർശത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ പരാമർശത്തിൽ പോലും രണ്ട് മാപ്പ് പറയുന്നു. നിലമ്പൂരിൽ വരുന്ന ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി DCC പ്രസിഡന്റായിട്ടുള്ള VS ജോയിയുടെ പേര് പറയുന്നു. അങ്ങനെ അൻവറിൻ്റെ ഇത്രയും നാൾ നമ്മൾ കണ്ട അതേ രാഷ്ട്രീയ മെയ്വഴക്കത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കളി തുടരുന്നു. അതിലൂടെ UDF-ലേക്ക് തന്നെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അവിടെ പിണറായിസം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, ശക്തമായ CPM വിരുദ്ധത പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ, മമതാ ബാനർജി നിലമ്പൂർ ബൈ ഇലക്ഷനിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വരും എന്ന് ഒരു വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് PV അൻവർ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, അൻവർ തൻ്റെ രാഷ്ട്രീയ കളികൾ തുടരുന്നു. അതിന് അദ്ദേഹം ചില കൃത്യമായ ഡീലുകൾ, നേരത്തെ ലിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ഡീലുകളുണ്ട്. അക്കാര്യങ്ങൾ മമതാ ബാനർജി തന്നെ പറയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ അൻവർ രാജ്യസഭയിലേക്ക് എത്തുന്ന സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ചില ഡീലുകൾ നടന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു സ്ഥിരീകരണം നമുക്ക് നൽകാൻ കഴിയുന്നില്ല. പക്ഷേ അൻവർ ചിലത് പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു, വയനാട് ബൈ ഇലക്ഷൻ സമയത്ത് ആരൊക്കെ വരണം, ഈ മൊഹുവയെ പോലെയുള്ള നേതാക്കൾ വരണം, അങ്ങനെ കൃത്യമായി പറഞ്ഞുറപ്പിച്ച ഒരു ഡീല് അൻവർ തൃണമൂലുമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അൻവറിൻ്റെ UDF പ്രവേശനം അത് അത്ര ഒരു ബാലികേറ മലയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ KPC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് അൻവർ വരുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഈ VD സതീശനോടുള്ള പരസ്യമായ മാപ്പ് പറച്ചിലും ഒക്കെ വരുന്നതോടുകൂടി ഈ UDF-ലേക്ക് അൻവറിന് വരാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഒരു ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല അൻവറിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും നിലമ്പൂരിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി തന്നെയാണ് അൻവർ. പ്രത്യേകിച്ച് നിലവിലെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്യജീവി അക്രമം പോലെയുള്ള ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന, കേരളത്തിലെ പല ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തെ പ്രധാന രാഷ്ട്രീയ വിഷയമാക്കി, ചർച്ചാ വിഷയമാക്കി, അതിൻ്റെ പേരിൽ സമരം നടത്തി അതിൻ്റെ പേരിൽ ജയിൽ കിടന്ന ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടി വരുന്ന അൻവറിന് സ്വാഭാവികമായും നിലമ്പൂരിൽ ഒരു സ്വാധീനമുണ്ടാകും. ആ സ്വാധീനം കൈമുതലാക്കി ഒടുവിൽ UDF-ലേക്ക് എത്തുക എന്ന് തന്നെയാണ് അൻവറിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യും. ഏതായിരുന്നാലും ആദ്യഘട്ടം, രണ്ടാം ഘട്ടം ഒക്കെ നിലമ്പൂരിൽ നിന്ന് ജയിച്ചു വന്ന PV അൻവർ ഇന്ന് അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഇന്ന് ഔദ്യോഗികമായി തന്നെ അദ്ദേഹം സ്പീക്കർക്ക് ഈ കത്ത് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം UDF-ന്റെ ഭാഗമായി മാറാനുള്ള നീക്കങ്ങൾക്ക് അദ്ദേഹം തുടക്കവും ഇട്ടിരിക്കുന്നു. അനു 2016 ഇടത് സ്വതന്ത്രനായി നിയമസഭയിലേക്ക് വരുന്നു.
ആദ്യം പിണറായിക്ക് വേണ്ടി സംസാരിക്കുന്ന PV അൻവറിനെ കേരള ജനത കണ്ടു, പിന്നീട് പിണറായിക്കെതിരെ സംസാരിക്കുന്ന PV അൻവറിനെ കേരള ജനത കണ്ടു. പക്ഷേ ഈ രണ്ട് ഘട്ടങ്ങളിലും PV അൻവറിന് പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അമിത ആവേശവും അമിതമായ പ്രകടനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ കാരണം ആ PV അൻവറിന്റെ ശോഭ കെട്ടു എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നും തന്നെയില്ല. ഇനി തൃണമൂൽ കോൺഗ്രസുകാരനായ PV അൻവർ രംഗത്തേക്ക് വരുമ്പോൾ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ നിലകൊള്ളുമെന്ന് പറയുമ്പോൾ എത്രത്തോളമാകും ഇനി PV അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ പ്രസക്തി? ജനങ്ങൾക്കിടയിൽ എത്രമേൽ സ്വാധീനം ചെലുത്താൻ അൻവറിന് കഴിയും? സേതു, തൃണമൂൽ കോൺഗ്രസ്സുകാരനായ PV അൻവറിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം തൃണമൂൽ കോൺഗ്രസ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തിൽ അങ്ങനെ സ്വാധീനമുള്ള പാർട്ടിയല്ല, മാത്രമല്ല അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യവും നിലവില്ല. പക്ഷേ PV അൻവർ ഉന്നയിക്കുന്ന വിഷയം പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. കാരണം കേരളത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് വന്യജീവി ആക്രമണം എന്നുള്ളത്. നമ്മളും അടുത്തിടയ്ക്ക് ഈ ആന ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്താ പരമ്പര ചെയ്തതാണ്. കാരണം അത്രമേൽ എത്രയോ ജനങ്ങളുടെ ജീവിതത്തെ കവർന്ന, അവർ ഇപ്പോൾ രക്തസാക്ഷികളെ ജീവിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ ജനങ്ങളെ, മലയോര ജനതയെ വൈകാരികമായി ബാധിക്കുന്ന ഒരു വിഷയത്തെ അതിനെ മാത്രം ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന PV അൻവറിനെ, ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു ബിസിനസ്സുകാരനെയും സ്വാഭാവികമായും അവിടെ ഒരു പിന്തുണ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഏതായാലും അതിനെ എത്രമാത്രം ഒരു കരുത്തുണ്ടാകുമെന്നുള്ളത് നമുക്ക് ഇനി ഈ വരുന്ന ഏതായിരുന്നാലും 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അൻവർ എന്തായിരുന്നു, അൻവർ എന്താണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സുകാരായ അൻവറിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് 2019 ഈ വരുന്ന ഇലക്ഷനിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും അൻവർ വളരെ കൃത്യമായ ഒരു പദ്ധതി അൻവറിനുണ്ട്. അത് അൻവറിൻ്റെ ഈ പറയുന്ന ഈ ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അതിൽ താൻ രക്തസാക്ഷി, താൻ ജയിലിൽ കിടന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയായിരിക്കും അൻവറിൻ്റെ ലക്ഷ്യം. അതിന് എത്രമാത്രം പിന്തുണ, പ്രത്യേകിച്ച് ഒരു തൃണമൂൽ കോൺഗ്രസ് ഡീലിൻ്റെ ഭാഗമായി ഒരു രാജ്യസഭാ അംഗമായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ ഒരു സ്വാധീനം അതിലൂടെ അൻവറിന് ഉണ്ടാക്കാൻ കഴിയും. ഏതായിരുന്നാലും ആ വിഷയം അൻവറിനെ സംബന്ധിച്ച് അൻവർ വളരെ കൃത്യമായിട്ടാണ് അൻവറിൻ്റെ പ്ലാനുകൾ അദ്ദേഹം പദ്ധതിയിടുന്നത്. അതിന് എത്രമാത്രം രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്നുള്ളത് UDFിൻ്റെ, പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ ആര്യാടൻ ഷൗക്കത്തും KM മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ അൻവർ പറയുന്നതിന് നേരെ വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് എത്രമേൽ ഈസിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഈ പാണക്കാട് തങ്ങൾക്കെതിരെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് പരസ്യമായി. VD സതീശനെതിരെ പറഞ്ഞ ആരോപണങ്ങളിൽ പരസ്യമായി മാപ്പ് പറഞ്ഞു. പക്ഷേ പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ അതേപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രവേശനം അത്ര കണ്ട് എളുപ്പമാകില്ല. ഈ പറയുന്ന പോലെ വലിയ ടാസ്ക് അല്ലെങ്കിൽ കൂടി വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കില്ല, സ്വാരസ്യങ്ങൾക്കൊക്കെ വഴിവെക്കില്ലേ? ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇന്ന് അൻവർ തന്നെ പറഞ്ഞ പോലെ ഒരു മൃദു രാഷ്ട്രീയ കക്ഷിയാണ് ലീഗിലെ പല നേതാക്കൾക്കും അൻവറിനെ ഒഴുപ്പക്കൂട്ടണമെന്നുള്ള കാര്യത്തിൽ അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ കോൺഗ്രസിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം. കാരണം പ്രത്യേകിച്ച് കോൺഗ്രസിലെ നിലമ്പൂർ സീറ്റിന് ആർക്ക് എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും. അത് തന്നെയാണ് പ്രശ്നമായി ഉയർന്നു വരിക. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു പിണറായിയെ ശക്തിയുക്തം എതിർക്കുന്ന ഏത് എക്സ്ട്രീമിൽ വരെയും ഫൈറ്റ് ചെയ്യും. നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ UDFിനെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ ശക്തിയുക്തം എതിർത്ത LDF നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളത് PV അൻവറാണ്. അത് നിയമസഭയ്ക്ക് അകത്തായിക്കോട്ടെ നിയമസഭയ്ക്ക് പുറത്തായിക്കോട്ടെ അൻവർ ഒരു ചാവേറിനെ പോലെയാണ് അൻവറിൻ്റെ ചില ഘട്ടങ്ങളിലേക്ക് പ്രവർത്തനം. എന്തും വിളിച്ചു പറയുന്ന, ഏത് എക്സ്ട്രീമിലും ഫൈറ്റ് ചെയ്യുന്ന ഒരു നേതാവാണ് അൻവർ. അങ്ങനെയുള്ള അൻവറിനെ, പ്രത്യേകിച്ച് പിണറായിയെ പോലെ ഒരു നേതാവിനെ എതിർക്കാൻ UDFിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു നേതാവിൻ്റെ കൂടെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ നിയമസഭയിലൊക്കെ മാത്യു കുഴൽനാടൻ വളരെ ശക്തമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ മകളെയൊക്കെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ രീതിയിൽ ഏത് ലെവലിലും എക്സ്ട്രീം ലെവലിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ UDFിന് വേണമെങ്കിൽ അത് അൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്കുണ്ട്. അതിൽ എത്രമാത്രം ഇത് സാധ്യമാണ് അൻവറിൻ്റെ UDF പ്രവേശനം എന്നുള്ളത് നിലവിൽ നമുക്കൊരു ഹിമാലയൻ ടാസ്ക് അല്ല എന്ന് പറയാം എങ്കിൽ കൂടി, പക്ഷേ അതിനുള്ള രാഷ്ട്രീയ എതിർപ്പുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായിരുന്നാലും അൻവറിൻ്റെ ലക്ഷ്യം UDF തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അൻവർ നടത്തുന്നത്.